വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 23 നമ്മൾ ശ്ലോകം 24 ചെയ്തു. അപ്പോൾ അതിൽ പറഞ്ഞ എന്താ വെച്ചാൽ, ആർക്കും ഒന്നും കൊടുക്കാതെ, ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും ഭൂതങ്ങൾക്കും ബന്ധുക്കൾക്കും ഒന്നും കൊടുക്കാതെയും അവനവൻ തന്നെ അനുഭവിക്കാതെയും ഒരു നിധി കാക്കുന്ന ഭൂതത്തിനെ പോലെ ധനം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് നരകം തന്നെയാണ് ഗതി, അല്ലെങ്കിൽ അവരെ നരകത്തിൽ അതപ്പതിച്ച് നരകത്തിൽ വീഴുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇഹത്തിലും പരത്തിലും ഗതിയില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ 25 വായിക്കാം. വ്യർത്ഥയാർത്ഥേഹയാ വിത്തം പ്രമത്തസ്യ വയോ ബലം കുശലായേന സിദ്ധ്യന്തി ജരഠ കിന്നു സാധയേ. 25. കുശലാഹ മീൻസ് സമർത്ഥന്മാർ അല്ലെങ്കിൽ വിവേകികൾ, ഏന ധനം മുതലായവകളാൽ സിദ്ധ്യന്തി മോക്ഷം പ്രാപിക്കുന്നുവോ. പിന്നെ വ്യർത്ഥയ പ്രയോജനമില്ലാത്ത അർത്ഥേഹയ ഈ ധനം സമ്പാദിക്കാനുള്ള ഉദ്യമങ്ങൾ, പ്രയത്നങ്ങൾ, പ്രമത്തസ്യ സ്വന്തം കാര്യങ്ങളിൽ തന്നെ പിഴച്ച വിത്തം ആ ധനം, വയസ്സ്, ബലം ഇവ നഷ്ടമായി, വൃദ്ധനായ ഞാൻ കിന്നു സാധയെ. ഇയാൾ ആലോചിക്കുകയാണ്, ഈ ഭിക്ഷുവെ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണൻ ആലോചിക്കുകയാണ്, ഞാൻ ഈ ധനത്തിനോടുള്ള അത്യാഗ്രഹം കാരണം, അതായത് അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടായിട്ടുമില്ല അല്ലേ, അവനവനും അനുഭവിച്ചിട്ടില്ല, ആർക്കും കൊടുത്തിട്ടുമില്ല. അങ്ങനെ നിഷ്പ്രയോജനമായിട്ടുള്ള ഈ ധനത്തിലുള്ള ആഗ്രഹം കൊണ്ട് മതിമറന്ന ഞാൻ എൻ്റെ ധനവും എൻ്റെ ജീവിതവും എൻ്റെ എല്ലാ കഴിവുകളും എല്ലാം വെറുതെ വ്യർത്ഥാക്കി എൻ്റെ ജീവിതത്തിൽ മുഴുവൻ അല്ലേ. ഞാനതൊന്നും നിഷ്പ്രയോജനമായിട്ടുള്ള ധനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിനു വേണ്ടി എൻ്റെ മാത്രമല്ല ഉണ്ടായിട്ടുള്ള ധനവും ഒന്നിനും ഉപയോഗിച്ചില്ലോ, വെറുതെ വ്യർത്ഥായി. എൻ്റെ ആയുസ്സും വ്യർത്ഥായി, എൻ്റെ കഴിവുകളും വ്യർത്ഥായി. അപ്പോൾ അതായത് അതുകൊണ്ട് വിവേകമുള്ളവർ ഈ ധനം കൊണ്ട് ശരിക്ക് പറയാച്ചാൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായാൽ മുക്തിക്ക് കാരണമാവും. ഇനി എനിക്ക് എന്താണ് കാര്യം, അതായത് അതുകൊണ്ട് നല്ല കാര്യമൊന്നും ചെയ്തിട്ടില്ല, ഇനിയിപ്പം ഞാൻ അങ്ങനെ വൃദ്ധനായി പോവുകയും ചെയ്തു അല്ലേ. ഇനി എനിക്ക് അതുകൊണ്ട് എന്താണ് കാര്യം എന്നാണ് ഇതിൽ പറയണത്. എല്ലാം, അതായത് ഈ മനുഷ്യലോകം ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള എല്ലാ സുഖത്തിനും തുറന്നിട്ടൊരു വാതിലാണ് അല്ലേ ശരിക്ക്. അതൊന്നും ആധ്യാത്മിക പാതയിൽ നമുക്ക് പുരോഗമിക്കാനുള്ളൊരു വാതിലുണ്ട് അവിടെ. അതൊന്നും ശ്രദ്ധിക്കാണ്ടേ ആരാണ് അങ്ങനെ ഈ മായാമോഹിതനായിട്ട് എല്ലാ അനർത്ഥങ്ങൾക്കും ഇരിപ്പിടം തന്നെയായിട്ടുള്ള ഈ ധനത്തിൽ കണ്ണടച്ചിട്ട് ആസക്തനായി തീരുക. ബുദ്ധിയുള്ളവരാരും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞില്ല ഇതിനു മുമ്പേ. അങ്ങനെ ചെലവഴിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന ആളെ നരകത്തിൽ തന്നെ വീഴും എന്നും പറഞ്ഞു അല്ലേ. അങ്ങനെ വ്യർത്ഥമായിട്ടുള്ള ഈ ധനാഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ ബലവും ആയുസ്സും എൻ്റെ കഴിവുകളൊക്കെ നഷ്ടപ്പെടുത്തി. അതായത് നല്ലൊരു ബുദ്ധിയുള്ള ആളാണെന്ന് വെച്ചാൽ പണം കൊണ്ട് തന്നെ നല്ല കാലത്ത് അവനവനും ബാക്കിയുള്ളവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു നല്ല കാലത്ത്. ഇപ്പം എനിക്ക് അതും പറ്റില്ല. ഇപ്പം ഞാൻ ജരാനര ബാധിച്ചവനാണ്. ഇനി എനിക്ക് എന്താ സാധിക്കുക? ആകപ്പാടായുള്ള ഇളക്ക് ഭയങ്കര നിരാശയും പശ്ചാത്താപവും ഒക്കെ വന്നു. അതാണ് ഇതിൽ കാണിക്കണം. വ്യർത്ഥയാർത്ഥേഹയാ വിത്തം പ്രമത്തസ്യ വയോബലം കുശലായേന സിദ്ധ്യന്തി ജരഠ അല്ല ജര എന്നാണ് കേട്ടോ, ജരഠ എന്നല്ല. ജരാഹ ആ ദീർഘം ഠ എന്നായിട്ടുണ്ട് മുഴുവൻ. അപ്പം ജരാഹ എന്ന് വെച്ചാൽ വൃദ്ധനെ. വ്യർത്ഥയാർത്ഥേഹയാ വിത്തം പ്രമത്തസ്യ
വയോഹോ ബലം കുശലായേന സിദ്ധ്യന്തി ജരാഹ കിന്നു സാധയെ. ഇപ്പം ജരാനര ബാധിച്ച വൃദ്ധനായി, ഇനി എന്ത് പറ്റും? ഒന്നും പറ്റില്ല. അതായത് ദേഹബലം ഒട്ടുമില്ലാണ്ടല്ലോ. ഇനി ബാക്കിയുള്ള ഇതുപോലെ എന്നെപ്പോലെ ആ ഭിക്ഷു വിചാരിക്കുകയാണ്, എന്നെപ്പോലെ ധനത്തിൽ ആസക്തിയുള്ളവരും ലുബ്ധന്മാരും പിശുക്കന്മാരുമായിട്ടുള്ളവരെ പറ്റി ശരിക്കും പറയാച്ച അനുകമ്പ തോന്നുകയാണ്, അല്ലെങ്കിൽ ദുഃഖം തോന്നുകയാണ്. അതാണ് കസ്മാത് സംക്ലിശ്യതേ വിദ്വാൻ വ്യർത്ഥ കസ്മാത് സംക്ലിശ്യതേ വിദ്വാൻ വ്യർത്ഥയാർത്ഥേഹയാ സഹൃദ് കസ്യചിന്മായയാ നൂനം ലോകോയം സുവിമോഹിത. വിദ്വാൻ, അതായത് ഇപ്രകാരം ഈ ധനം അനർത്ഥാണെന്ന് അറിഞ്ഞവൻ പോലും കസ്മാത് എന്തുകൊണ്ട് ഇങ്ങനെ വ്യർത്ഥമായ അർത്ഥേഹയ അർത്ഥസമ്പാദനത്തിനുള്ള ആഗ്രഹം കൊണ്ട് അസകൃത് സംക്ലിശ്യത വീണ്ടും വീണ്ടും ഇങ്ങനെ ദുഃഖം അനുഭവിക്കുന്നു. അയം ലോക, ഈ ലോകം കസ്യചിത് മായയ ആരോരാളുടെ മായയാൽ സുവിമോഹിത മോഹിക്കപ്പെട്ടിരിക്കുന്നു. നൂനം എന്നത് നിശ്ചയം മായാമോഹിതരാണ്, അതുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ശ്ലോകത്തിൽ ഭിക്ഷു എന്താ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണൻ എന്താ പറഞ്ഞ വെച്ചാൽ, ഈ ധനം അനർത്ഥകരമാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെയും ഈ ധനം സമ്പാദിക്കാനുള്ള പ്രയത്നങ്ങൾ ചെയ്യും, എന്നിട്ട് ആ ധനം കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കുകയും. എന്തിനാ ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ അങ്ങനെ പോണു? അറിഞ്ഞിട്ട് പോലും പിന്നെയും പോണു അല്ലേ? എന്നിട്ട് പിന്നെ അവനവൻ തന്നെ സ്വയം ആത്മഗതം പറയുകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഇതൊക്കെ ഭഗവാന്റെ മായാമോഹിതരായിട്ട് ചെയ്യണതാണ് ആൾക്കാർ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മായാമോഹിതരായിട്ടുള്ള ആൾക്കാരാണ് ധനം അനർത്ഥാണെന്ന് അറിഞ്ഞിട്ട് പിന്നെയും ധനസമ്പാദനത്തിനായി പ്രയത്നിച്ച് ദുഃഖം അനുഭവിക്കുന്നു, കഷ്ടം എന്ന് പറയുകയാണ് കേട്ടോ. കസ്മാത് സംക്ലിശ്യതേ വിദ്വാൻ വ്യർത്ഥയാർത്ഥേഹയാ സകൃത് കസ്യചിന്മായയാ നൂനം ലോകോയം സുവിമോഹിത. ഭഗവാന്റെ മായ കാരണം ഈ ലോകത്തിൽ എത്രയോ ആൾക്കാർ മായാമോഹിതരായിട്ടാണ് ഇത് ചെയ്യണത്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആലോചിക്കുമ്പോൾ കഷ്ടം. അനർത്ഥാന്ന് അറിഞ്ഞിട്ട് എന്തിന് ഇതിൻ്റെ പിന്നാലെ പോകണമെന്ന് ആലോചിച്ച് പോവുകയാണ്. ഇനിയില്ല. കിം ധനേർ, അവരങ്ങനെ ചെയ്യണത് എന്തിനാണ്? ധനത്തിൻ്റെ പിന്നാലെ പോണ. കിം ധനേർ ധനദൈർവാ കിം കാമേർവാ കാമദൈരുതാ മൃത്യുനാഗ്രസ്യ മാനസ്യ കർമ്മഭിർവോത ജന്മദൈഹി. എന്താണ് മൃത്യുന? അതായത് മരണത്താൽ ഗ്രസ്യമാനസ്യ, എപ്പോഴും മരണം ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ അല്ലേ? മരണം ഇങ്ങനെ കുറേശ്ശായിട്ട് വിഴുങ്ങി എപ്പോഴാണ് വിഴുങ്ങൽ മുഴുവനാവുക? മരിക്കുമ്പോൾ അല്ലേ? അപ്പം നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് മരണം നമ്മളെ വിഴുങ്ങുന്നുണ്ട്, ആലോചിച്ച് നോക്കിയാൽ. ഗ്രസ്യമാനസ്യ അതായത് വിഴുങ്ങപ്പെടുന്ന മനുഷ്യന്, അതായത് മരണത്താൽ വിഴുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ധനദൈഹി ധനം നൽകുന്നത് കൊണ്ടെങ്കിലും കാമദൈഹി ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നത് കൊണ്ടെങ്കിലും ധനൈഹി വാക്യം ധനം കൊണ്ട് സാധ്യമാകുന്നത് എന്താ ഉള്ളത്? കാമൈഹി വാ അഥവാ ആഗ്രഹങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ഉത അഥവാ വീണ്ടും ജന്മം നൽകുന്ന കർമ്മഭിഹി വാ കർമ്മങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? എന്താ പറയുക വെച്ചാൽ ഈ 26 കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, അതായത് നല്ല വിവേകിയായിട്ടുള്ള ആൾ ഈ അർത്ഥമില്ലാത്ത ധനത്തിൽ അല്ലെങ്കിൽ നിരർത്ഥകമായിട്ടുള്ള ഈ ധനാഗ്രഹത്തിൽപ്പെട്ട് വീണ്ടും എന്തിനാ അങ്ങനെ ക്ലേശിക്കണം? അത് പറഞ്ഞല്ലോ, ഏതോ മായാവലയത്തിൽ പെട്ട് തീർച്ചയായിട്ടും മോഹിച്ചിരിക്കണമെന്ന് പറഞ്ഞു അല്ലേ? ഇനി പിന്നെ എന്താ പറഞ്ഞ വെച്ചാൽ, ഈ എന്തിനങ്ങനെ ക്ലേശിക്കണം? പക്ഷേ അതിൽ പെട്ട് പിന്നാലെ സുഖത്തിന് വേണ്ടി അരഞ്ഞു തിരിയാണ് എല്ലാവരെയും. അത് ശരിക്കും പറയച്ച സുഖത്തിൻ്റെ പിന്നാലെ പോയിട്ട് ക്ലേശം ആവുകയാണ്. ഈ ഭഗവാന്റെ മായയിൽ മോഹിച്ച് എല്ലാതും സത്യമാണെന്ന് കരുതിയിട്ട് ഉള്ളവരാണ് ഇങ്ങനെ പരക്കം പാച്ചിൽ നടത്തുന്നത് അല്ലേ? അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? അർത്ഥം കാമമൊക്കെ നമ്മൾ അനുഭവം കൊണ്ട് ആവശ്യത്തിന് വേണം, അല്ലാതെ ഒന്നും ഇവിടെ അതുകൊണ്ട് നേടാൻ പറ്റില്ല
അവനവൻ്റെ സ്വരൂപമായിട്ടുള്ള ആത്മാവല്ലാതെ ഇവിടെ ഒന്നും. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എപ്പോഴും മൃത്യുവാൽ വിഴുങ്ങപ്പെടുന്ന ഈ മനുഷ്യന് ധനം കൊണ്ടും ആഗ്രഹങ്ങൾ കൊണ്ടും എന്ത് പ്രയോജനമുള്ളത്? ഇനി അങ്ങനെ ആഗ്രഹങ്ങളുണ്ടായി അത് സാധിച്ചു, അത് നിലനിൽക്കണില്ലല്ലോ. പിന്നെയും നമ്മൾ ഈ സകാമായിട്ട് ചെയ്തിട്ട് കുറച്ച് നല്ല ഫലം അനുഭവിക്കും, കുറച്ച് ദുഃഖം അനുഭവിക്കും. അത് കഴിഞ്ഞ് പിന്നെയും കർമ്മങ്ങൾ ചെയ്ത് പിന്നെയും ജന്മങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഈ ശരിക്ക് പറയാച്ചാൽ ധനം കൊണ്ടും ആഗ്രഹങ്ങൾ നിവൃത്തി കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ഒന്നും എന്താ പ്രയോജനമുള്ളത്? എങ്ങനെ ജനന മരണ ചക്രത്തിൽ ചുറ്റിത്തിരിയല്ലാതെ എന്താണ് ഒരു പ്രയോജനമുള്ളത്? ആത്യന്തികമായിട്ട് ഇവിടെ ഇഹത്തിലും പരത്തിലും ഒന്നും നേടാനും അവകാശപ്പെടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ല, അല്ലേ? മാത്രമല്ല, ആത്മാവിനെ നേടണോ ചോദിച്ചാൽ ആത്മാവിനെ നേടാനും ഇല്ല. അത് നമുക്ക് ആത്മാവ് സിദ്ധമാണ് നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒന്നും നേടാനോ നഷ്ടപ്പെടാനോ ഇല്ല എന്ന് അറിഞ്ഞിട്ട് നമ്മൾ വ്യവഹാരത്തിൽ വ്യവഹരിക്കണം. ഒന്നും ഇവിടെ എനിക്ക് നേടാനോ നഷ്ടപ്പെടാനോ ഇല്ല എന്നുള്ള വിചാരത്തോടു കൂടി ഫലാപേക്ഷയോടുകൂടി കർമ്മം ചെയ്യാതെ ഇരിക്കന്നെ നിവൃത്തിയുള്ളൂ. കാരണം ഇതൊന്നും നമുക്ക് നേടാനില്ല. നേടാനുള്ളത് ആത്മാവാണ്, അത് നമുക്ക് സിദ്ധമാണേനും, അല്ലേ? ഇതൊന്നും അറിയാത്ത ആളെയാണ് മായാമോഹിതൻ എന്ന് പറയണതേ. ധനം കൊണ്ടോ ധനം തരണവരെ കൊണ്ടോ എന്ത് കാര്യമുള്ളത്? ആഗ്രഹങ്ങളെ കൊണ്ടോ ആഗ്രഹം സാധിച്ച് നമുക്ക് സാധിപ്പിക്കുന്നവരെ കൊണ്ടോ എന്ത് നേടാനുള്ളത്? സദാ നമ്മളെ മരണം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം കർമ്മം കൊണ്ടോ ജന്മം കൊണ്ടോ നമുക്ക് വാസ്തവത്തിൽ ഒന്നും തന്നെ കിട്ടാനില്ല. നല്ല ബോധം വന്നു ആർക്ക്? ഈ ബ്രാഹ്മണനെ. കിം ധനേർധനേർവേ ദൈവ കിം കാമൈർവാ കാമദൈരുത മൃത്യുന കാമദൈരുത മൃത്യുന ഗ്രസ്യമാനസ്യ കർമ്മഭിർ വോത ജന്മദൈഹി. ഇനി 28. നല്ല വൈരാഗ്യം വന്നു. ഇനി നൂനം മേ ഭഗവാൻ സ്തുഷ്ട സർവദേവമയോ ഹരി യേന നീതോ ദശാമേതാം നിർവേദശ്ചാത്മനപ്ലവ. 28. നൂനം തീർച്ചയായിട്ടും മേ സന്തോഷിക്കണം. വൈരാഗ്യം വന്നപ്പോൾ സന്തോഷമായി. തീർച്ചയായിട്ടും മേ എന്നിൽ സർവദേവമയ സർവദേവതാ രൂപിയും ഭഗവാൻ ആയിട്ടുള്ള ഭഗവാൻ ഹരി ശ്രീഹരി തുഷ്ട എന്നോട് ശരിക്കും എന്നോട് സന്തോഷിച്ചിരിക്കുന്നു ഭഗവാൻ. എന്താ കാരണം? ഏന ആ ഭഗവാനാൽ ഏതാം ദശാം ഞാനിന്ന് ഇങ്ങനെ ഒരു നിഷ്കിഞ്ചനാവസ്ഥയിലെത്തി. ഒന്നും ഞാൻ ഓൺ ചെയ്യണില്ല. എല്ലാവരും തട്ടിപ്പറിച്ചു. എല്ലാവരും തട്ടിപ്പറിച്ച് ഞാൻ ഒന്നുമില്ലാത്ത നിഷ്കിഞ്ചനായി. ഭഗവാൻ മാത്രമേ എനിക്കിപ്പോൾ സ്വത്തുള്ളൂ എന്നായി. അങ്ങനെ ഭഗവാൻ ചെയ്തത് എൻ്റെ ഭാഗ്യമാണെന്ന് വിചാരിക്കുകയാണ്. വൈരാഗ്യം വന്നപ്പോൾ അങ്ങനെ തോന്നാൻ തുടങ്ങി. നീത ഞാൻ നയിക്കപ്പെട്ടു. ആത്മന എനിക്ക് പ്ലവഹ ഈ സംസാര സമുദ്രം കടക്കാൻ എനിക്ക് ഈ വൈരാഗ്യം ഉണ്ടല്ലോ, ഇത് എനിക്കൊരു എന്തായി ഒരു തോണിയായി. ഭഗവാൻ തോണിയാക്കി തന്നു. നിർവേദ വൈരാഗ്യമുണ്ടായി. അതായത് എനിക്ക് ഈ സംസാര സമുദ്രം കടക്കാൻ ഭഗവാൻ വൈരാഗ്യം എന്നൊരു തോണി തന്നു. അത് എത്ര ഭാഗ്യമായി. അങ്ങനെ ഭഗവാൻ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് തോന്നുകയാണ്. അങ്ങനെ തോന്നാൻ തന്നെ വേണം ഭാഗ്യം, അല്ലേ? എന്താ പറയണേ? ഞാൻ എന്തോ ബിറ്ററായില്ല. അയാൾക്ക് അവനവനോട് ദേഷ്യമോ ലോകത്തിനോട് ദേഷ്യമോ ഉണ്ടാവുകയോ ചെയ്തില്ല. ഈ ദുഃഖാനുഭവങ്ങളും ധനം മുഴുവൻ നഷ്ടപ്പെട്ടു, ദുഃഖാനുഭവങ്ങളുണ്ടായി, എല്ലാവരും ചീത്തയായിട്ടൊക്കെ പെരുമാറി പറഞ്ഞില്ലേ. അപ്പം അയാൾക്ക് ദൈവകൃപ കാരണം ഭാഗ്യവശാൽ ഭഗവാൻ എന്നിൽ വളരെ പ്രീതനായിരിക്കുന്നു. അതായത് എനിക്ക് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ട, അല്ലെങ്കിൽ ഈ സംസാര സാഗരം താണ്ടാൻ ആവശ്യമുള്ള വൈരാഗ്യം എന്ന തോണി എനിക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ
ശരിക്കും ഇപ്പം സംഭവിച്ചതൊക്കെ എൻ്റെ നന്മയ്ക്കാണ് അയാൾക്ക് പൂർണ്ണ ബോധ്യമായി. അതല്ലേ ഭാഗ്യം അല്ലേ? അതാണ് പറഞ്ഞത്, എനിക്ക് ഇന്ന് വന്ന ഈ ഒരു കഷ്ടപ്പാടൊക്കെ എനിക്ക് വൈരാഗ്യത്തിന് കാരണമാക്കി തീർത്തു ഭഗവാൻ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാണ്. ഭഗവാൻ എന്നിൽ പ്രീതനായി, എന്നിട്ടാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത്. അതാണ് പറഞ്ഞത്, ഭഗവാന്റെ പ്രസാദം കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ സംസാര സാഗരം കടക്കാൻ ഈ വൈരാഗ്യം എന്ന തോണി ലഭിച്ചത്. വളരെ സന്തോഷമായി. അപ്പോൾ നൂനം മേ ഭഗവാൻ സ്തുഷ്ട സർവദേവമയോ ഹരി യേന നീതോ ദശാമേതാം ഈ ദശയിലേക്ക് എന്നെ തള്ളിവിട്ടു എന്ന്. നിർവേദശ്ചാത്മനപ്ലവ, എനിക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ളൊരു തോണി തന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? ആത്മസാക്ഷാത്കാരം കിട്ടാനുള്ള ഒരു ഉപായം എനിക്ക് ഭഗവാൻ ഉണ്ടാക്കി തന്നു. അത് അങ്ങനെ വിചാരിക്കാൻ സാധിക്കണത് തന്നെയാണല്ലോ ഭഗവത് കൃപ അല്ലേ? അതിനെപ്പറ്റി ദുഃഖിക്കാതെ. ഇനി 29. സോഹം കാലാവശേഷേണ ശോഷയിഷ്യേംഗമാത്മനഃ അപ്രമത്തോഖിലസ്വാർത്ഥോ യദി സ്യാൽ സിദ്ധ ആത്മനി. 29. സഹ അഹം, അപ്പം ഞാൻ യദി സ്യാദ്, ഇനിയുള്ള കാലത്ത്, അതായത് ഇങ്ങനെ എനിക്ക് ഭഗവാന്റെ കൃപ കിട്ടിയല്ലോ, വൈരാഗ്യം കിട്ടിയല്ലോ, അപ്പോൾ ഇനിയുള്ള കാലം, ഇനി ഞാൻ ഈ ദേഹത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കാലാവശേഷേണ, അവശിഷ്ടമായ കാലം കൊണ്ടെന്ന്, ഇനി എനിക്ക് ജീവിക്കാൻ എത്ര ദിവസമുണ്ട് അല്ലെങ്കിൽ എത്ര കാലം ഉണ്ട് വെച്ചാൽ ആ സമയം കൊണ്ട് ആത്മനി, എൻ്റെ മനസ്സിൽ തന്നെ സിദ്ധ, സന്തോഷമുള്ളവനായി, അഖിലസ്വാർത്ഥേ, ഈ ധർമ്മം മുതലായതിൽ അപ്രമത്ത, ചതി പറ്റാതെ, വിഡ്ഢിത്തം പറ്റിയല്ലോ കുറേ, അങ്ങനെ ഇനി പറ്റാതെ, തപസഹ, തപസ്സുകൊണ്ട്, അംഗം ശരീരം ശോഷയിഷ്യേ, ശോഷിപ്പിക്കും. എന്താണ് ഇതിൽ ഭഗവാൻ? അപ്പോൾ നല്ല വൈരാഗ്യം വന്നു, നല്ല ബോധം ഉദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇനി എനിക്ക് ബാക്കി അവശേഷിക്കണ ഈ ജീവിതത്തിൽ എനിക്ക് ബാക്കി കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ എല്ലാവരുടെയും ലക്ഷ്യമായിട്ടുള്ള ആ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ഞാൻ പ്രയത്നിക്കാൻ പോവുകയാണ്. അതാണ് പറഞ്ഞത്, ഇനിയുള്ള കാലം, ശേഷകാലം ഞാൻ ഇനി വേറെ ഒന്നിനു വേണ്ടിയും ഒന്നും ചെയ്യാൻ ഭാവിക്കുന്നില്ല. അതായത് ഞാൻ ഇനി ധർമ്മത്തിലോ അതായത് ഈ ധർമാർത്ഥ കാമങ്ങളിലൊന്നും ആസക്തനാവാതെ ആത്മസാക്ഷാത്കാരം മാത്രം മുന്നിൽ കണ്ട് ഞാൻ അത് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതായത് ഇനി ജീവിച്ചിരിക്കുന്ന കാലം ഞാൻ ഒന്നിനും ആസക്തനാവാൻ പോണില്ല. ആത്മാവിൽ തന്നെ ആത്മാരാമനായിരിക്കും. എനിക്ക് ഈ ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? തപസ് ചെയ്ത് എൻ്റെ ശരീരത്തെ ഞാൻ ശോഷിപ്പിക്കും. എന്നിട്ട് ഞാൻ ആ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച് പ്രയത്നിക്കുന്നു പറയുകയാണ്. അതായത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളെപ്പോലും ആഗ്രഹിക്കാതെ, മോക്ഷം പോലും ആഗ്രഹിക്കാന്നേ പറയുന്നില്ല, ധർമ്മവും അർത്ഥവും കാമവും ആഗ്രഹിക്കാതെ മോക്ഷം മാത്രം, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം മാത്രം മനസ്സിൽ കണ്ട് ഞാൻ എൻ്റെ ദേഹത്തിനെ തപസ്സുകൊണ്ട് ശോഷിപ്പിക്കും. വെച്ചാൽ അത്ര ഞാൻ അതിനു വേണ്ടി പ്രയത്നിക്കും എന്നർത്ഥം, അതിനു വേണ്ടി മാത്രം പ്രയത്നിക്കും. സോഹം കാലാവശേഷേണ, അതായത് ഇനി ബാക്കിയുള്ള കാലം, അവശേഷിച്ച എൻ്റെ ജീവിതത്തിലത്തെ കാലം കൊണ്ട് ശോഷയിഷ്യംഗമാത്മന, തപസ് ചെയ്ത് ഞാൻ എൻ്റെ ശരീരത്തിനെ ശോഷിപ്പിക്കും. അപ്രമത്തോഖില സ്വാർത്ഥോ, സ്വാർത്ഥമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് യദി സ്യാത് സിദ്ധ ആത്മനി, അങ്ങനെ ഞാൻ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന സിദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കും. 30. തത്ര മാം അനുമോദേരൻ ദേവാസ്ത്രിഭുവനേശ്വരാഃ മുഹൂർത്തേന ബ്രഹ്മലോകം ഖട്വാംഗഃ സമസാധയത്. എത്ര, ആ വിഷയത്തിൽ, അല്ലെങ്കിൽ തത്ര മീൻസ് ഇപ്പം ഈ ഒരു കാര്യത്തിൽ ത്രിഭുവനേശ്വരാഃ, അതെ, ത്രിലോകങ്ങൾക്ക് 3 ലോകങ്ങളുടെയും നാഥനായ നാഥന്മാരായ ദേവന്മാർ, എല്ലാ ദേവന്മാരും മാം അനുമോദേരൻ, എന്നെ അനുഗ്രഹിക്കട്ടെ,
ഖട്വാങ്കൻ എന്ന രാജാവ്, ആ ഒരു കഥ ഉണ്ടല്ലോ, വേഗം അവസാന റിയലൈസേഷൻ വന്ന് മോക്ഷം കിട്ടി കുറച്ച് കാലം കൊണ്ട്. മുഹൂർത്തേന, ഒരു മുഹൂർത്തത്തിൽ ബ്രഹ്മലോകത്തിൽ സമസാധയത് പ്രാപിച്ചു. ഖട്വാങ്കനെ പോലെ വേഗം എനിക്ക് മോക്ഷം കിട്ടുമെന്ന് പറയാണ്. എന്താ പറഞ്ഞാൽ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് എന്നെ എല്ലാ ദേവന്മാരും, ഈ ലോകനാഥൻ, ത്രിലോകങ്ങളുടെയും നാഥന്മാരായ എല്ലാ ദേവന്മാരും എനിക്കിങ്ങനെ ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ എന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതായത് 2 നാഴിക കൊണ്ടാണ് ഖട്വാങ്കൻ എന്നുള്ള മഹാരാജാവ് മോക്ഷം പ്രാപിച്ചത്. അതുപോലെ എനിക്കും സാധിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് ഇദ്ദേഹം. അതാണ് വിചാരിക്കുന്നത്. അതായത് എനിക്ക് വയസ്സായില്ലേ, എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു നിരാശ വേണ്ടാച്ചിട്ട് പറയാണ്. അത് എല്ലാ ദേവന്മാരും, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, എല്ലാ ദേവന്മാരും എന്നെ ഈ പ്രയത്നത്തിൽ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രയത്നത്തിൽ എനിക്ക് അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്നാൽ വൃദ്ധനായില്ലേ, എനിക്കത് പറ്റുമോ എന്ന് ഞാൻ സംശയിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഖട്വാങ്ക് എന്നുള്ള മഹാരാജാവ് ഒരു മുഹൂർത്തം കൊണ്ട്, 2 നാഴിക കൊണ്ട്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മോക്ഷം പ്രാപിച്ചു. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ വൃദ്ധനാണെങ്കിലും ഈ ജന്മത്തിൽ തന്നെ എനിക്ക് മോക്ഷം സാധിക്കും എന്ന് ഈ ബ്രാഹ്മണൻ സ്വയം ഉറപ്പിക്കുകയാണ്. എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കേണ്ട, അതായത് സാധ്യ ജന്മമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണെന്ന് പറയാം. വയസ്സായി, എനിക്ക് ഭഗവാനെ വിചാരിക്കാൻ സമയമില്ല എന്നൊന്നും വിചാരിച്ച് ഞാൻ ദുഃഖിക്കുന്നില്ല. ഇതെൻ്റെ സാധ്യ ജന്മം തന്നെയാണ്. ഭഗവത് കൃപ ഉണ്ടെങ്കിൽ വയസ്സായാലും ഇനി മരിക്കണ വരെ ഉള്ള സമയം കൊണ്ട് തന്നെ എനിക്ക് ആത്മസാക്ഷാത്കാരം സാധിക്കും. കാരണം ഖട്വാങ്ക മഹാരാജാവിന് 2 നാഴികയെ വേണ്ടി വന്നുള്ളൂ റിയലൈസേഷൻ വന്ന്, അങ്ങനെ ഒരു വൈരാഗ്യം വന്നതിന് ശേഷം. അപ്പോൾ എനിക്കും അത് സാധിക്കും എന്ന് പറയാണ്. അങ്ങനെ വിചാരിക്കുകയാണ്. അത് നല്ലൊരു, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണല്ലോ. അതാണ് നമ്മളോട് എല്ലാവരോടും ഭഗവാൻ പറയണത്. ശരിക്കും പറയാ ചിലപ്പോൾ നമുക്കൊക്കെ കുറേ ഇത് കേൾക്കണ പലർക്കും, ഈ പറയണ ഞാനടക്കം എല്ലാവരും വൃദ്ധരായി. പക്ഷേ പലരും, അല്ലാത്തൊരു ധാരാളം ഉണ്ടാവും കേട്ടോ. പക്ഷേ കേൾക്കണവർ പലരും വൃദ്ധന്മാരായി എന്ന് വിചാരിച്ചിട്ട് ഒട്ടും ദുഃഖിക്കേണ്ട. എല്ലാം ഈശ്വരാർപ്പണമായിട്ട്, ഫലാപേക്ഷയോട് കൂടാതെ എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്തോളൂ. എന്നെ ഈ ജന്മത്തിൽ തന്നെ പ്രാപിക്കാമെന്ന് നമ്മളോട് വാസ്തവത്തിൽ ഈ ഭിക്ഷുഗീതയെ കൂടെ ഭഗവാൻ ഉദ്ധവനോട് മാത്രമല്ല നമ്മളോടെല്ലാം പറയുകയാണ്. അതിന് ഭഗവാന്റെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവട്ടെ. ഈശ്വര കൃപ ഒന്ന് മാത്രമേ വേണ്ടൂ, എപ്പോൾ വേണമെങ്കിൽ മോക്ഷം കിട്ടാം അല്ലേ. ഇനി 31 വായിക്കാം. എത്രയായി സമയം നോക്കട്ടെ കേട്ടോ. 22, 31 വായിക്കാം. അപ്പോൾ ശ്രീ ഭഗവാൻ വാച, ഇതൊക്കെ ഭിക്ഷു തന്നെ പറയണത് ആത്മഗതമൊക്കെയാണ് കേട്ടോ. അപ്പം ഇനി ശ്രീ ഭഗവാൻ വാചയാണ്. അത് 30 വായിച്ചോ ശല്യം. അപ്പോൾ ഇനി തത്ര മാമനുമോദേരൻ ദേവാസ്ത്രിഭുവനേശ്വരാഹ മുഹൂർത്തേന ബ്രഹ്മലോകം ഖട്വാങ്ക് സമസാധയത്. ഖട്വാങ്കിന് സാധിച്ച പോലെ എനിക്കും സാധിക്കട്ടെ. ശ്രീ ഭഗവാൻ വാച ഇത്യഭിപ്രേത്യ മനസാ. അത് ഭഗവാൻ ആക്ച്വലി ഉദ്ധവനോട് പറയുകയാണല്ലോ. എങ്ങനെ വന്ന് ഭിക്ഷുഗീത ഭഗവാൻ ഉദ്ധവനോട് പറയാണ്. അപ്പം ഇനി ഭഗവാന്റെ വാക്കുകളാണ്. ഇത്യഭിപ്രേത്യ മനസാ ഹ്യാവന്ത്യോ ദ്വിജസത്തമ ഉന്മുച്യ ഹൃദയഗ്രന്ഥീൻ ശാന്തോ ഭിക്ഷുരഭൂന്മുനി. ഹൃദയഗ്രന്ഥിയൊക്കെ പൊട്ടി, അയാളൊക്കെ നല്ല വൈരാഗ്യം, പൂർണ്ണ വൈരാഗ്യവും പശ്ചാത്താപമൊക്കെ ഉണ്ടായി. അപ്പോൾ ഭഗവാൻ പറയാണ്, അവന്ത്യോ ദ്വിജസത്തമ, അവന്തിയിലത്തെ ഈ അവന്തിയിലത്തെ ഈ ബ്രാഹ്മണൻ ഹൃദയഗ്രന്ഥിൻ, അതായത് അഹങ്കാരഗ്രന്ഥികളെ ഉന്മുച്യ വിട്ട്, അഹങ്കാരഗ്രന്ഥികളൊക്കെ ഭേദിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വൈരാഗ്യമായിട്ട് ശാന്തനായി ഭിക്ഷുഹു മുനി, സന്യാസിയായും മൗനവ്രതം അനുഷ്ഠിച്ചും, മുനിയായും മൗനവ്രതം അനുഷ്ഠിച്ചും സന്യാസം സ്വീകരിച്ചും അഭ്യത് ഭവിച്ചു. അതായത് ഇങ്ങനെ നല്ല വൈരാഗ്യം വന്നപ്പോൾ ഭഗവാൻ പറയാണ്, ഈ അവന്തിയിലത്തെ ഈ ബ്രാഹ്മണൻ ഉണ്ടല്ലോ, ആ ബ്രാഹ്മണന് ഇങ്ങനെ മനസ്സ് നല്ലോണം വൈരാഗ്യം കൊണ്ട് പൂർണ്ണമായപ്പോൾ ഈ തൻ്റെ അഹങ്കാരഗ്രന്ഥികളെ മുഴുവൻ ഭേദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നിട്ട് പരമശാന്തനായിട്ട് ഒരു
സർവസംഘ പരിത്യാഗിയായിട്ട് മൗനം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു ഭിക്ഷുവായിത്തീർന്നു എന്നാണ് പറഞ്ഞത്. ഭിക്ഷുവായിത്തീർന്നു. എങ്ങനെയുള്ള ആളായിരുന്നു അല്ലേ? ആ മനസ്സിൻ്റെ മാറ്റം കൊണ്ട് വൈരാഗ്യം പൂർണ്ണമായി വന്നപ്പോൾ ഒന്നും വേണ്ട, സർവസംഘ പരിത്യാഗിയായി. മൗനം അനുഷ്ഠിച്ചിട്ട് നല്ല ഒരു ഭിക്ഷുവായിത്തീർന്നു എന്ന് പറഞ്ഞ് നമുക്കിന്ന് ഇവിടെ നിർത്താം. ശ്രീ ഭഗവാൻ വാച ഇത്യഭിപ്രേത്യ മനസാ ഹ്യാവന്ത്യോ ദ്വിജസത്തമ. അവന്തിയിലത്തെ ആ ദ്വിജസത്തമൻ ബ്രാഹ്മണൻ ഉന്മുച്ച ഹൃദയഗ്രന്ഥിയൊക്കെ പൊട്ടിയവനായി, ഭേദിക്കപ്പെട്ടവനായി, ശാന്തോ പരമശാന്തനായി, ഭിക്ഷുരഭൂന്മുനി സർവസംഘപരിത്യാഗിയും മൗനമനുഷ്ഠിക്കുന്നവനുമായിട്ടുള്ള ഭിക്ഷുവായിത്തീർന്നു എന്ന് പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.